എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കൊരു റിയാക്ഷനാണ്. 2 സിനിമകളുടെ 2 അപ്ഡേറ്റ്സുകൾ ഉണ്ട്. ഒന്ന് ഭ്രമയുഗം, മറ്റൊന്ന് കങ്കുവ. കങ്കുവ. ആ സാധനം കേൾക്കുമ്പോ തന്നെ ഒരു കുളിരാണ്, ഫയറാണ്, തീയാണ്. അതന്നെ ഫയർ എന്ന് പറഞ്ഞാൽ തീയാണുള്ളത്. തീയാണ്. ഓക്കെ, എന്താണെങ്കിലും ഭ്രമയുഗത്തിലേക്ക് പോവാം. ഭ്രമയുഗം സിനിമയുടെ 3 പോസ്റ്റേഴ്സ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇന്നലെ മനോരമയിൽ വന്ന ഒരു ന്യൂസായിരുന്നു. അതിലെ ഒരു സ്റ്റില്ല്, അതിൻ്റെ ഒറിജിനൽ, പിന്നെ അതിന് ശേഷം ഇവർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ മാടമ്പി. അതെ, മാടമ്പി തന്നെ. അന്നത്തെ കാലത്ത് മാടമ്പി തന്നെ. കാരണം ആ ഒരു സെറ്റപ്പും ഇരുത്തവും ഒക്കെ അതിനകത്തുണ്ട്. ഓക്കെ, എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു ഫോട്ടോ ആണിത്. അതായത് ആളുടെ ബാക്കിലൊരു മുദ്ര കാണുന്നുണ്ടല്ലോ, ഒരു നാണയത്തിന്റെ പോലത്തെ ഒരു സംഭവം. അതിന് മുൻപ് ഈ ഒരു സാധനം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതായത് ടീസർ ഉണ്ടായിരുന്നില്ലേ, അതിന് ഇവര് 3 പേര് നിൽക്കുന്നതിന്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സംഭവമാണത്. അത് ഇതിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ള സാധനം ഉണ്ടാവും. നല്ല പ്രാധാന്യം. ഇത് ശരിക്ക് നമ്മുടെ 2 ആന അങ്ങനത്തെ ശരിക്കും നാണയം തന്നെയാണ്. പഴയ അണയൊക്കെ അങ്ങനത്തെ സംഭവമായിരിക്കും. എന്തോ ഒരു സാധനം ഡിസൈൻ ചെയ്ത് വെച്ച സംഭവമാണ്. ഇനി ആളുടെ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആളുടെ ഒരു വലിയ കോവിലകം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കുമല്ലോ. അതിന്റെ എന്തെങ്കിലും ഒരു മുദ്രയായിരിക്കും കേട്ടോ, നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും വില മതിക്കുന്ന ഒരു സാധനമാകുമോ? തീർച്ചയായിട്ടും. ഓക്കെ, അതെന്തെങ്കിലും ഈ സിനിമയിൽ ബന്ധമുണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. ഇതിലും കൊടുത്തിട്ടുണ്ട്, മറ്റൊന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്തെങ്കിലും ഒരു ആശയം ഉണ്ടാവും. പിന്നെ അതിന്റെ മുൻപിലാണല്ലോ ഇരിക്കുന്നത് ആള്. വേണമെങ്കിൽ ആളുടെ സിംഹാസനം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചാരുകസേര, ഒരു കിടിലൻ ലുക്ക്, ആളുടെ നോട്ടം, എല്ലാം ഒരു ഗംഭീര പോസ്റ്റർ കേട്ടോ. പിന്നെ ആളുടെ അടുത്ത് ഈ മൊന്തുണ്ട്, പിന്നെ ഈ നമ്മൾ ഈ ചതച്ചരക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അതായത് അത് മുറുക്കാനൊക്കെ ഇരിക്കുന്ന സാധനം. അപ്പൊ ആ ഒരു ഇതൊക്കെ ഭയങ്കര രസമായിരിക്കും ആളത് ചെയ്യുമ്പോഴേ. അയ്യോ, പൊളി സാധനം, അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇവര് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട ഒരു മറ്റൊരു സംഭവമുണ്ട്. സിനിമയുടെ ഓഡിയോ ഇന്ന് വരും. അതായത് എല്ലാ സൗണ്ട് ട്രാക്കുകളും, അതായത് സോങ്ങും ഒക്കെ ഇവർ ഇന്ന് ജൂക്ക് ബോക്സ് ആയിട്ടായിരിക്കണം വരുന്നത്. എന്തായാലും ടോട്ടൽ എല്ലാ സംഭവങ്ങളും പുറത്തുവിടുകയാണ്, ഓരോന്നോരോന്നായിട്ടല്ല. 5 മണിക്ക്. പക്ഷെ അത് എനിക്കും അതിനോട് വലിയൊരു യോജിപ്പില്ല. ഓരോന്നൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു രസം ഉണ്ടാവുമായിരുന്നു. പക്ഷെ എല്ലാം ഒരുമിച്ചാണ്. അതിനൊരു ജൂക്ക് ബോക്സ് തന്നെ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അല്ല, ജൂക്ക് ബോക്സ് പ്രത്യേകം ഇതുപോലെ കാണൂലല്ലോ. അതൊരു സത്യം. സ്പെഷ്യലായിട്ട് വരുന്ന വീഡിയോ ഓരോന്ന് വരുമ്പോ ഉള്ളൊരു ഇത് കിട്ടില്ല അങ്ങനെ ഒരുമിച്ച് വരുന്ന സമയത്ത്. അതെ, എന്തായാലും അതിലെ നീ പറഞ്ഞ സത്യടാ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സത്യമാണ്. ഓക്കെ, എന്തായാലും ഈ പോസ്റ്ററിൽ നമ്മുടെ അർജുന അശോകനുണ്ട്, മമ്മൂക്കയുടെ ക്യാരക്ടറുണ്ട്. അർജുന അശോകനാണോ അത്? അർജുന അശോകനല്ലേ? ഇതെന്തോ സംഭവം എന്തോ വാങ്ങിട്ട് പോവാണ്, പ്രതിഫലം എന്തോ വാങ്ങിട്ട് പോവാണ്. എന്തോ ചെയ്തതിന് എന്തോ പ്രതിഫലം കൊടുക്കുന്നതാണ് അങ്ങനെ തോന്നുന്നു കേട്ടോ, അറിഞ്ഞില്ലേ. എന്തോ ഒരു സാധനം കാണുന്നുണ്ട് കയ്യില്. അതെ, അവിടെ അതിലും എന്താ കാലിൽ കാലൊക്കെ കയറ്റി വെച്ച് ആ ഒരു പ്രൗഢിയോടെ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു ഗാംഭീര്യം വിട്ടിട്ടുള്ള കളിയില്ല. കൈ നീട്ടി കൊടുക്കുക എന്നുള്ളതും പിന്നെ അതുപോലെ തല കുനിച്ച് വാങ്ങുക എന്നുള്ളതുണ്ടല്ലോ, തമ്പ്ര. ആ ഒരു ഐറ്റം കാണുന്നുണ്ട്, ആ ഒരു വൈബ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മോളില് നേരത്തെ കണ്ട മുദ്രയില്ലേ, അത് ആ നാണയത്തിന്റെ ഇതൊക്കെ തന്നെയായിരിക്കും ഇതിലെ മെയിൻ ആയിട്ട് വരാൻ പോകുന്നത് തോന്നുന്നു. പണിയെടുക്കുന്നതിന് കൂലി കൊടുക്കുന്ന, അതിന് ചിലപ്പോൾ കൂലി കൊടുക്കാതെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. അല്ല, സംഭവം ഇതൊരു മനയിലേക്ക് അർജുന അശോകൻ വന്ന് പെടുന്നതാണല്ലോ. അപ്പോൾ പണിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടാവുമോ? ഇല്ല, അതിന് മുന്നേ അങ്ങനെ വല്ലതും ഉണ്ട്, ആർക്കറിയാം. അതെ, അതും പറയാൻ പറ്റില്ല. ഇതിപ്പോ ഞാൻ ഇരുന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അല്ലെ? സത്യമായിട്ടും അതല്ലേ, എന്താണെന്ന് ഒരുക്കി വെച്ചേക്കുന്നത് നമുക്ക് സിനിമയിൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. ഒന്നാമത് ഇങ്ങനത്തെ സിനിമകളാകുമ്പോഴേ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായിരിക്കും. എന്തായാലും സ്റ്റില്ല് വന്നിരിക്കുന്നതും ഈ പോസ്റ്റർ വന്നിരിക്കുന്നതും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. സിനിമ ഉറപ്പിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ആയിരിക്കും. എന്തായാലും ഓഡിയോ ഫ്രം 26, അതായത് ഇന്ന് 5 മണിക്ക് വരും എന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ. ഓക്കെ, ഇതാണ് വരുന്ന സോങ്ങുകൾ. അതായത് ഒന്ന് കുഞ്ചമൻ പോറ്റി തീം. അപ്പോൾ കുഞ്ചമൻ പോറ്റി പേരാണോ? മമ്മൂക്കയുടെ പോറ്റി എന്നുള്ളത് വാങ്ങാൻ ഇതേപോലെ ഇതുള്ള ടീമുകളായിരുന്നു. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നത് മമ്മൂക്കേന്റെ തന്നെ ആയിരിക്കും കേട്ടോ, കുഞ്ചമൻ പോറ്റി. എന്തായാലും അർജുന അശോകന്റെ കഥാപാത്രത്തിന് അങ്ങനെ അതെന്തായാലും വരാൻ ചാൻസ് ഇല്ല.
ഓക്കെ, കുഞ്ചവൻ പോറ്റി. അതും ഇത്ര അതല്ല വേറെ കാര്യം വെച്ചാൽ ഇത്ര ഹൈപ്പില് അല്ലെങ്കിൽ ഒരു ഇത്ര എന്താ തീം മ്യൂസിക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് മമ്മൂക്കേണ്ട തന്നെ ആയിരിക്കാനാ ചാൻസ്. മേ ബി എന്തായാലും ആളുടെ ക്യാരക്ടർ തീം സോങ് ആയിരിക്കും അത്, മ്യൂസിക്. അതായത് 1 മിനിറ്റ് 39 സെക്കൻഡുമാണ് ഇവർ പുറത്തുവിടാൻ പോകുന്നത്. അതിന്റെ ഡ്യൂറേഷൻ അത്രയാണ്. പിന്നെ രണ്ടാമത്തത് പൂമണി മാളിക. ഓക്കെ, അത് 3 മിനിറ്റിന്റെ മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ അത് സോങ് ആയിരിക്കും അല്ലേ? അപ്പോൾ പൂമണി മാളിക എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ മേ ബി അമാളുടെ ഒക്കെ ഉള്ള സോങ് ആയിരിക്കും, ചിലപ്പോൾ അങ്ങനത്തെ. പിന്നെ തമ്പായ അതും സോങ് തന്നെയാണ് തോന്നുന്നു. അതൊരു പിടുത്തം തോന്നുന്നു. അതും ആവാട്ടോ. കാരണം എന്താ അറിയോ, ആള് ടീച്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് തന്റെ മനക്കലിലേക്ക് സ്വാഗതം. അത് അന്നത്തെ ഭാഷയാണ്. അതെ. അപ്പൊ അതുപോലെ തന്നെ തമ്പായ ആ ഒരു സാധനമായിരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ആദിത്യനില്ലാതെ, ആദിത്യൻ എന്ന കഥാപാത്രത്തിന് അങ്ങനെ പേര് അതിപ്പോ ആർക്കായിരിക്കും? അർജുന അശോകൻ, സിദ്ധാർത്ഥ്, വേറെ ആരെങ്കിലും ഉണ്ടോ? പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു പുതിയ പേരല്ല ആദിത്യൻ എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോ കുറച്ച് പുതിയതാണ്. അത്ര നീ അറിഞ്ഞോട്ടോ, പഴയ രാജാക്കന്മാരൊക്കെ ഇല്ലേ, ആദിത്യവർമ്മ എന്നൊക്കെ പറഞ്ഞു ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഈ ഒരു പേര് അർജുന അശോകൻ, അതിനകത്ത് വേറൊരു ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് അറിയോ? ഇപ്പൊ അർജുന അശോകൻ ഒരു സാധാരണക്കാരനായിട്ടാണ് ഇപ്പൊ നമ്മളെ പോസ്റ്റർ കണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞു വർമ്മ എന്നുള്ള ടീമുകൾക്കൊക്കെയാണ് ഈ ആദിത്യൻ എന്നൊക്കെ ഉള്ള പേരുകൾ ഉണ്ടാവുക. സാധാരണ ഒരാൾക്ക് അന്നത്തെ കാലത്ത് ആ പേരൊന്നും ഇടൂലായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ദ ബിഗിനിങ് ഓ ട്രാപ്പ് മിക്സ് 3 മിനിറ്റ് 40 സെക്കൻഡ് ഉണ്ട്. അതൊരു കിടില സാധനമായിരിക്കും. ദ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള. അയ്യോ, പിന്നെ അടുത്തതാണ് ദ ഏജ് ഓഫ് മാഡ്നസ്. അത് 4 മിനിറ്റ് 40. സൈക്കഡലിക് ട്രാൻസോ 4 4:45 ഉണ്ട്. ഓക്കെ, അതൊരു കിടിലൻ തീം മ്യൂസിക് തന്നെ ആയിരിക്കും അതൊക്കെ. എന്തായാലും വൈകിട്ട് നോക്കാം. അതെ, അടുത്തതിലേക്ക് പോവാം. അടുത്തത് കങ്കുവ സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഒരു പോസ്റ്റർ തന്നിട്ടുണ്ട്. ഒരു കൈയാണ് കാണിച്ചിരിക്കുന്നത്. ഭീകര പോസ്റ്റർ. യെസ്, ചോരയൊക്കെ ഒഴുകുന്നുണ്ട് കയ്യിൽ കൂടി. ഇത് നമ്മൾ കണ്ട നമ്മുടെ കങ്കയുടെ കൈയല്ല, കങ്കുവയുടെ കൈയല്ല. ഇതാണ് വില്ലൻ. ഇതാണ് നമ്മുടെ വില്ലൻ. യെസ്, ഉദിരൻ. ആരായിരിക്കും? ബോബി ഡിയോൾ ആയിരിക്കുമല്ലേ? പിന്നെ ഉറപ്പല്ല, അതിനൊന്നും തർക്കമില്ല. ബോബി ഡിയോൾ തന്നെ. ഇത് വേറൊരു വൈബ് പിടിച്ചിട്ടുണ്ടല്ലേ ഇത്. പിന്നെ എന്താണെന്നറിയോ, ഇത് വേറൊരു ടീം തന്നെ കേട്ടോ. വേറൊരു ഗോത്രം. ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു ഇത് തന്നെയായിരിക്കും അതിന്റെ ഹൈലൈറ്റ്. ഒരു കൊറിയൻ വെബ് സീരീസ് ഉണ്ട്, അതായത് ആർദ്ധയിൽ അങ്ങനെ എന്താണ്, ഒരു 18 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസ് ആണ്. അതും ഓരോ എപ്പിസോഡും 2 മണിക്കൂറിന്റെ അടുത്തോളം ഉണ്ട്. 1:50 അത്രത്തോളം ഡ്യൂറേഷനുള്ള. അത് വേറെ ലെവലാണ്. അതും 2 ഗോത്രങ്ങളിലെ. അതിലൊരു ഗോത്രത്തില് ബ്ലഡ് നീല കളറാണ്. ഒരു ഗോത്രം റെഡും, സാധാ റെഡ്, സാധാ ബ്ലഡ്. അതായത് അവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അതിന്റെ യുദ്ധവും കാര്യങ്ങളും ഒക്കെ. ആ ഒരു വൈബ് എനിക്ക് ഇതിൽ അടിക്കുന്നുണ്ട്. ഇതും പറയാൻ പറ്റില്ല, കൊറിയനല്ലേ, അപ്പം ചെറിയൊരു ചായ കാച്ചലൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും ഉദിരനെ നാളെ നമുക്ക് കാണാൻ പറ്റും. 27/1/24 11 AM അതെ, പോസ്റ്റർ വരും. ഓക്കെ, ഗംഭീര പോസ്റ്റർ. ആളുടെ കയ്യിലുള്ള, അതായത് ഈ ചാക്കിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, തുന്നി വെച്ചിരിക്കുന്നു. ഈ കയ്യിലുള്ള ഒരു ഇപ്പൊ കങ്കുവേന്റെ നമ്മൾ കണ്ടു കൊറേ വേറെ രീതിയിലായിരുന്നു. ഇത് അതാ പറഞ്ഞ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ഗോത്രങ്ങളുടെ അവരുടെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ ഒരു സാധനം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഉദിരൻ. അപ്പൊ നാളെ നമുക്ക് പൊളിക്കാം. ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ? പക്ഷെ അല്ല, ഇതിന്റെ ഷെയ്ഡാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയരുത്. കയ്യില് എന്തോ മുദ്ര പോലത്തെ 2 സംഭവം കാണുന്നു, കോയിന് പോലെ. പിന്നെ എല്ലായിടത്തും മുദ്രയാണല്ലോ. ഓക്കെ, പിന്നെ പറിച്ചെടുത്തത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. ആരോ കൊന്നിട്ട് പറിച്ചെടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെയാണ്. എന്തായാലും രക്തം ഇങ്ങനെ ഒഴുകി ആളുടെ മസിലിലൂടെ ഒഴുകി ഒലിക്കുന്നുണ്ട്. അടിപൊളി പോസ്റ്റർ കേട്ടോ, അടിപൊളി പോസ്റ്ററാ. എന്താണെങ്കിലും ഇവരുടെ കൈയാണ് കൂടുതലും നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മള് കങ്കുവേന്റെ ആണെങ്കിലും കൈയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നാളെ പൊളിക്കാം. അപ്പൊ നാളെ ഉദിരൻ നമ്മുടെ മുന്നിലേക്ക് വരും. ഉദിരൻ എന്താണ് ലുക്ക് എന്നുള്ളത് നമുക്ക് കാണാം.
അത് ബോബി ഡിയോളാണോന്നും അറിയില്ലല്ലോ. ബോബി ഡിയോൾ തന്നെ ആയിരിക്കും. ആ പേരിൽ തന്നെ ഉണ്ട്. മറ്റേത് കങ്കുവ എന്ന് പറയുമ്പോ അത് സൂര്യ ഓർപ്പിച്ചു. ഉദിരൻ എന്ന് പറഞ്ഞിട്ട് ആളുടെ ഇപ്പൊ നമുക്കറിയാം ക്ലൈമാക്സിലൊക്കെ ഉണ്ടായിരുന്ന ഫൈറ്റ് എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഉദിരൻ എന്ന് പറഞ്ഞ് കാണിക്കാൻ പോകുന്നത് ബോബി ഡിയോളിനെ തന്നെയായിരിക്കും. ഓ സൂപ്പർ, വില്ലനൊക്കെ പറ്റിയ പേരാ. യെസ്. അപ്പൊ എന്തായാലും നാളെ കാണാം. എന്തായാലും മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ നാളെ കാണാന്ന് പറഞ്ഞാൽ ഇത് നാളെ കാണാന്ന് കേട്ടോ പറഞ്ഞത്. വീഡിയോ നമ്മൾ ഇനിയും വരുമല്ലോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. ബൈ.